കറുപ്പ്. ഈ കറുപ്പ് ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ്. പക്ഷെ എങ്ങനത്തെ എന്റർടൈൻമെന്റ് ആണെന്നുള്ളത് നിങ്ങളുടെ വ്യൂ പോയിന്റും നിങ്ങളുടെ പെർസെപ്റ്റീവ് അനുസരിച്ചിരിക്കും. തമിഴ്നാട്ടുകാർക്ക് ചിലപ്പോൾ ഇത് ഫെസ്റ്റിവൽ മോഡാവാൻ ചാൻസ് ഉണ്ട്, സൂര്യ ഫാൻസുകാർക്ക് ഇത് സെലിബ്രേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, എനിക്കിതിന് രണ്ട് തരത്തിൽ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു റിലീജിയസ് അല്ല, ഒരു ചിന്താഗതിയുള്ള ആളല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിതിന്റെ ആ ഒരു കൺസെപ്റ്റ് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ പടങ്ങൾ കാണുന്ന ആളാണ്. പക്ഷെ ഇതിനൊരു ഗ്ലോറിഫിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്തു. അതൊരു ആളുകളിലേക്ക് ഇതിങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കണ പോലത്തെ ഒരു പ്രതീതി, ആളുകളുടെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട് 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 എന്നിങ്ങനെ പറയണ രീതി. പക്ഷെ അവരിത് വെറുതെ പറയാണ്ട് ഒരു കളർഫുൾ ആയിട്ട്, ഒരു എനർജറ്റിക് ആയിട്ട്, സ്റ്റൈലിഷ് ആയിട്ട് സൂര്യനെ ഇവരൊക്കെ പ്രസന്റ് ചെയ്ത് എന്താ പറയുക, ഒരു ആക്ഷൻ മോഡിൽ അവർ എടുത്തപ്പോൾ എന്താ പറയുക, നമുക്കൊരു 2.5 മണിക്കൂർ ബോറടിക്കാണ്ട് കാണാം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ ഇത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, തമിഴ്നാട്ടിലും ഈ സൂര്യ ഫാൻസുകാർക്കൊക്കെ കുറെ കാലത്തിന് ശേഷം കിട്ടിയിട്ടുള്ള സൂര്യയുടെ ഒരു വൈബ് പടമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം. ഈ പ്രത്യേകിച്ച് ഈ ഒരു റിലീജിയസ് മോഡും കോടതിയും പിന്നെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഇത് ഭയങ്കര സംഭവമാവാൻ ചാൻസ് ഞാൻ കാണുന്നു. കേരളത്തിലെ ഓഡിയൻസ് ചിലപ്പോൾ മിക്സഡ് ഒപ്പീനിയൻ ആവാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു മോശം സിനിമയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല, അത് ഗംഭീര സിനിമയാണെന്ന് തോന്നുന്നില്ല. കാരണം അതിന് പല കാര്യങ്ങളുണ്ട്. പക്ഷെ ബോർ അടിച്ചിട്ടില്ല, അത് ഷുവർ. അതായത് ഒരു ഡീസന്റ് വാച്ചായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായി ഒരു ഇമോഷണൽ രീതിയിലേക്ക് റിലീജിയസ് എന്ന രീതിയിലാണ് ഈ പടത്തിനെ സമീപിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു ബോറടി വന്നേനെ. പക്ഷെ ഇത് വരാതിരിക്കുന്നത് സൂര്യയുടെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഉള്ള ഒരു റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മറ്റു കഥാപാത്രങ്ങൾ അത്രയൊന്നുമില്ല. ആർ.ജെ. ബാലാജിയുടെ ഡയറക്ഷനും ആക്ടിങ്ങും രണ്ട് തരത്തിലാണെങ്കിലും ആക്ടിങ് എന്ന രീതിയിൽ മുപ്പര് കുറച്ച് ഡിഫറെന്റ് റോൾ ആയതുകൊണ്ട് കുറച്ചൊരു എന്താ പറയാ, ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. തൃശ്ശയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പിന്നെ ഈ പടത്തിൽ ചില റെഫറൻസുകൾ ഉണ്ട്. ഈവൻ വിജയ് പടത്തിന്റെ റെഫറൻസ്, സൂര്യയുടെ തന്നെ ഐക്കോണിക് പടങ്ങളുടെ റെഫറൻസുകൾ, അതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാൻസുകാർക്ക് ഒരു തരിപ്പ് കിട്ടാനുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. എനിക്കും കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്കും കുഴപ്പമില്ലാത്തൊരു വാച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിനെ സമീപിച്ചാൽ തുടക്കം തന്നെ അവര് ഈ പടം എന്താണ്, ഏത് മൂഡിലാണ് പോണതെന്ന് നമുക്ക് പറഞ്ഞുതരും. അതായത് ഒരു റിലീജിയസ് ഒരു സംഭവം, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു മാസ് ആക്ഷൻ പടം. അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു കോമഡി ആയിട്ട് ചിലപ്പോൾ ഈ പടം തോന്നാം, എന്ന് പറഞ്ഞാൽ ഒരു കളിയാക്കൽ പോലെ തോന്നാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ പെർസെപ്റ്റീവ് മാറ്റർ ആണ്. ഇതൊരു റിലീജിയസ് മോഡിലുള്ള എന്നാൽ മാസ് ആക്ഷൻ പടമാണ്. സൂര്യയുടെ ഒരു കളർഫുൾ പടമാണ്. സൂര്യയുടെ എനർജറ്റിക് മൂവിയാണ്. ഒരു എന്താ പറയുക, കുറെ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ ഉള്ള പടമാണ്. അപ്പൊ അങ്ങനെ മൈൻഡ് സെറ്റിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്നെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.